നാണം കെടാൻ പഠിക്കണം, അല്ലെങ്കിൽ നാണം കെടാൻ തയ്യാറാവണം. ഈ ഒരു പ്രോബ്ലം ഇന്ന് ഒട്ടുമിക്ക ബിസിനസ് ഓണേഴ്സും ഫേസ് ചെയ്യുന്ന ഒരു ബിഗ് പ്രോബ്ലമാണ്. നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഉണ്ടായിക്കോട്ടെ, നിങ്ങൾ വലിയ വിജയി ആയിക്കോട്ടെ, നിങ്ങൾ വലിയ അഭിമാനി ആയിക്കോട്ടെ, നിങ്ങൾ സീറോ കടത്തിലാണ് പോകുന്നത്, എന്ത് തന്നെ ആയിക്കോട്ടെ. പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു കാര്യം നിങ്ങൾ ഇതിലേക്ക് ഒരു ചെറിയൊരു മൈൻഡ് കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ വൺ പ്രോബ്ലംസ് എന്തായാലും ഫേസ് ചെയ്യും. അത് നിങ്ങൾ വലിയ വിജയി ആയിക്കോട്ടെ, പൈസ ഉണ്ടായിക്കോട്ടെ, ഒന്നും മാറ്റർ അല്ല. കാരണം ഞാൻ ആക്ച്വലി ഈ ഒരു ടോപ്പിക് എടുക്കേണ്ട ഒരാളല്ല. എൻ്റെ ഈ 100 ചാലഞ്ചിൽ ഞാൻ ആക്ച്വലി ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് ഞാൻ എടുക്കുന്ന ടോപ്പിക്. പക്ഷേ ഈ ഒരു ടോപ്പിക് എടുക്കാൻ, ഈ ഒരു ചെറിയൊരു കണ്ടന്റ് എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുള്ളത്. കാരണം ഇപ്പൊ ഞാൻ ബിസിനസ് ഓണേഴ്സിന് വേണ്ട ഇപ്പൊ 80s 90s ബിസിനസ് ഓണേഴ്സിന് എടുക്കുകയാണെങ്കിൽ മാർക്കറ്റിംഗ് സൈഡ് അവർ ഭയങ്കരമായിട്ട് ബാക്കിലേക്കായിരിക്കും. ഇപ്പോഴും പണ്ടത്തെ ആ ടെക്നോളജികൾ തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പുതിയ വരുന്ന തലമുറ ഭയങ്കര നല്ല രീതിയിൽ തന്നെ കണ്ടന്റ് മാർക്കറ്റിംഗ് ആണെങ്കിലും സോഷ്യൽ മീഡിയ ആണെങ്കിലും പ്രോപ്പറായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു കാറ്റഗറി 90s 80s എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നാണം കെടാൻ ഭയങ്കര മടിയാണ്. കാരണം അവരുടെ മൈൻഡിൽ എന്താ, ഞാൻ വിജയിച്ച ഒരാളാണ്, ഞാൻ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഇതിൽ, അതുപോലെ ഞാൻ ഭയങ്കര അഭിമാനിയാണ്. അങ്ങനെയുള്ള തോട്ട് ഉള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗിലേക്ക് ഒരു സെൽഫ് എൻട്രി കൊണ്ടുവരാൻ പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഒരു ബാക്കിലേക്കാണ്. കാരണം ഞാൻ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അവർ കമന്റ് ചെയ്യും, ലൈക്ക് ചെയ്യില്ല, അല്ലെങ്കിൽ കമന്റ് ആയിട്ട് എന്തെങ്കിലും നെഗറ്റീവായിട്ട് ചെയ്താലോ, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ള തോട്ടാണ്. ഞാൻ എങ്ങനത്തെ ചെയ്യും, ഞാൻ ഇപ്പോൾ ഇത്രയും കാലമായിട്ട് ഇങ്ങനെയൊക്കെയല്ലേ എന്നൊക്കെ പല തോട്ടുകളിലൂടെ പോകുന്നത് കൊണ്ട് തന്നെ പലരും മടിച്ചു നിൽക്കുകയാണ്. എന്നാൽ ഇന്നത്തെ കാലത്ത് നമുക്ക് ഈ ഒരു ടൈപ്പ് ഓഫ് മാർക്കറ്റിംഗ് ചെയ്യാതെ ഒരു ബിസിനസ്സിനെയും നമുക്ക് ഈസി ആയിട്ട് ഗ്രോ ചെയ്യാൻ പറ്റില്ല, ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ പറ്റില്ല. കാരണം നിങ്ങൾ കുറേ പരസ്യങ്ങൾ ചെയ്യാൻ വേണ്ടി കുറേ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ ക്ലോസിംഗ് നടക്കുന്നില്ല എങ്കിൽ ഞാൻ പറയുന്നു, നിങ്ങൾ കറക്റ്റായിട്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ പഠിക്കണം. അതിന് നിങ്ങൾ ഒരു നാണക്കേടും വിചാരിക്കരുത്. നാണം കെടാൻ പഠിക്കുക. നാണം കെടാൻ വേണ്ടി നിങ്ങൾ അതിന് മനഃപൂർവ്വം നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള ടൈം ഇൻവെസ്റ്റ് ചെയ്യാം.